ബയോളജി മോഡൽ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഓൾ ഇമ്പോർട്ടന്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഈ വീഡിയോ മുഴുവനും കാണുക. കാരണം നമുക്കറിയാലോ ബോട്ടണിയും സുവോളജിയും കൂടി കൂട്ടിയിട്ട് ഏകദേശം 19ഓളം ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് +1 പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചധികം നമ്മളെ കുഴപ്പിക്കുന്നതായിരിക്കും. പെട്ടെന്ന് മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളതും 1 മാർക്ക് ക്വസ്റ്റ്യൻസിലാണ്. സോ വീഡിയോ മുഴുവനും കാണുക ആൻഡ് ഓൾസോ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഫസ്റ്റത്തെ ചാപ്റ്റർ, അതായത് ആദ്യം സുവോളജി, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബോട്ടണി ഉണ്ട്. സോ ഫസ്റ്റ് സുവോളജിയിലെ ചാപ്റ്റർ ആയിട്ടുള്ള ലിവിംഗ് വേൾഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സയന്റിഫിക് നെയിം ഓഫ് ലയൺ ഈസ് ഗിവൺ ബിലോ വിച്ച് വൺ ഈസ് കറക്റ്റ്ലി റിട്ടൺ. സോ ഇവിടെ ലയന്റെ സയന്റിഫിക് നെയിം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? നമുക്ക് സയന്റിഫിക് നെയിമിങ്ങിന്റെ റൂൾസ് ഒക്കെ അറിയാം. So the option is Panthera leo. Option A ആണല്ലേ. കാരണം എന്താണ്? ജനറിക് നെയിം ക്യാപിറ്റൽ P and the specific epithet small l ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണ്? ദാറ്റ് ഇസ് ടാക്സോൺ അല്ലേ. അത് ടാക്സോൺ ആണ്. ബൈനോമിയൽ നോമെൻക്ലേച്ചർ വാസ് പ്രൊപ്പോസ്ഡ് ബൈ കാൾ ലിനേയസ്. ബൈനോമിയൽ നോമെൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? കാൾ ലിനേയസ്. ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ടാക്സോണമി. ഇദ്ദേഹം തന്നെയാണ് ആര്? ഫാദർ ഓഫ് ടാക്സോണമി. ഫാദർ ഓഫ് ടാക്സോണമി. Okay, next question. The system of providing scientific name with 2 components is called as. അതായത് ബൈനോമിയൽ നോമെൻക്ലേച്ചർ, ഇതിനെയാണ് ദ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് സയന്റിഫിക് നെയിം വിത്ത് 2 കോമ്പണൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു സയന്റിഫിക് നെയിമിൽ എത്ര കോമ്പണൻസ് ഉണ്ടാവും? 2 കോമ്പണൻസ് ഉണ്ടാവും. ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും അല്ലേ. യെസ്, ഇത് പ്രൊപ്പോസ് ചെയ്തത് കാൾ ലിനേയസ് ആണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഈ സിസ്റ്റം നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബൈനോമിയൽ നോമെൻക്ലേച്ചർ. ബൈ എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. 2 കോമ്പണൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ICZN stands for. The correct answer is International Code of Zoological Nomenclature. ഇതേ ക്വസ്റ്റ്യൻ ICBN ചോദിക്കും. ICBN എന്താണ്? International Code for Botanical Nomenclature. For Botanical Nomenclature. Okay, so ICBN International Code for Botanical Nomenclature, ICZN International Code of Zoological Nomenclature. Complete the table. Table ആണോ മക്കളെ? Table. It's table. Okay, complete the table using suitable terms. For common name of man. Common name of man is man അല്ലേ? Okay, അപ്പോൾ അതിന്റെ genus name, species name, class and also phylum ആണ് തന്നിരിക്കുന്നത്. നമ്മളിത് ഫിൽ ചെയ്യണം. നമുക്കറിയാം man എന്ന് പറയുമ്പോൾ ഹോമോ സാപ്പിയൻസ് ആണ്. ഹോമോസാപ്പിയൻസ് ആണ് അല്ലെ. സയന്റിഫിക് നെയിം ഹോമോസാപ്പിയൻസ് ആണല്ലോ. യെസ്, അപ്പം ജീനസ് നെയിം ഹോമോ ആണ്, സ്പീഷീസ് നെയിം സാപ്പിയൻസ്, ക്ലാസ് മെമീലിയ ആൻഡ് ഫൈലം കോഡേറ്റ. ഓക്കെ, ഫൈലം കോഡേറ്റ. ഇനി ഓർഡർ ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് പ്രൈമേറ്റ. ഓർഡർ പ്രൈമേറ്റ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ് ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദ സയന്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ. അതായത് ഇതിൽ ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും തന്നിട്ടുണ്ട്. ഇപ്പൊ മാഞ്ചിഫറ, നമുക്കറിയാം മാഞ്ചിഫറ ഇൻഡിക്ക മാംഗോ ആണ് അല്ലെ. മാംഗോ. ഓക്കെ, മസ്ക ഡൊമസ്റ്റിക്ക, ദാറ്റ് ഇസ് ദ സയന്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ. Align the taxonomic categories in the ascending order. Ascending order എന്ന് പറയുമ്പോൾ അപ്പം തന്നെ മനസ്സിലാക്കിക്കോളുക, സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്കാണ് അസെൻഡിങ് ഓർഡർ ആൻഡ് കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് ദാറ്റ് ഇസ് ഡിസെൻഡിങ് ഓർഡർ അല്ലേ. സോ എങ്ങനെയാണ് വരിക? അതായത് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. Rearrange both the biological category and taxon based on taxonomic hierarchy. Okay, അപ്പോൾ ടാക്സോണമിക് ഹയറാർക്കിയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? കാറ്റഗറിയും ടാക്സോണും നമ്മൾ കൃത്യമായിട്ട് റീഅറേഞ്ച് ചെയ്യണം. ടാക്സോൺ മാത്രമല്ല, കാറ്റഗറിയും റീഅറേഞ്ച് ചെയ്യണം. ആദ്യം എന്താണ്? ഫൈലം. ഫൈലമസ് ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡയാണ്. ഓക്കെ, മസ്കെ അല്ല. ഫൈലം കഴിഞ്ഞ എന്താ വരുന്നത്? ക്ലാസ് അല്ലേ വരുന്നത്? ക്ലാസ്. ഓക്കെ, ക്ലാസ്. ക്ലാസ് ഇൻസെക്റ്റ. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ജീനസ് വരുന്നത്. ജീനസ്. ഓക്കെ, ജീനസ്. ജീനസ് എന്താണ്? ദാറ്റ് ഇസ് മസ്ക. മസ്ക. ഓക്കെ, ആൻഡ് സ്പീഷീസ് നെയിം ഇസ് ഡൊമസ്റ്റിക്ക. ഓക്കെ, ഡൊമസ്റ്റിക്ക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഅറേഞ്ച് ദ ഫോളോയിങ് ഇൻ കറക്റ്റ് ടാക്സോണമിക് ഹയറാർക്കിക്കൽ സീക്വൻസ്. സോ ഇവിടെ മാനിന്റെ ടാക്സോണമിക്കൽ കാറ്റഗറീസ് കറക്റ്റ് ഹയറാർക്കിയിൽ കൊടുത്തിട്ടില്ല. നമ്മളോട് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹയറാർക്കി ഫോളോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ പറയാം? ഇപ്പം കോഡേറ്റയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ കോഡേറ്റ, മെമീലിയ, പ്രൈമേറ്റ, ഹോമിനിഡേ, ഹോമോ ആൻഡ് സാപ്പിയൻസ്. ഇനി അതല്ല അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ സാപ്പിയൻസ്, ഹോമോ, ഹോമിനിഡേ, പ്രൈമേറ്റ, മെമീലിയ ആൻഡ് കോഡേറ്റ. ഓക്കെ, അപ്പൊ ഇവിടെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് എന്ന് പറഞ്ഞിട്ടില്ല. സോ സാപ്പിയൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ?
യെസ്, അപ്പം ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ആനിമൽ കിങ്ഡം. Hemichordates have a rudimentary structure in the collar region called as. Hemichordatesന് അവരുടെ കോളർ റീജിയനിൽ ഒരു rudimentary structure ഉണ്ട് അല്ലെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റോമോകോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്റ്റോമോകോഡ്. Some annelids like Nereus carry lateral appendages for swimming. Name the appendages. അതായത് ഇപ്പം അനലിഡ്സിൽ അക്വാട്ടിക് അനലിഡ്സിൽ വരുന്ന ആളാണ് നീറസ്. ഇപ്പൊ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് ഇവർക്ക് ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് പാരാപോഡിയ. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇസ് പ്രസന്റ് ഇൻ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലീച്ച്, പ്രോൺ, നീറസ്, സ്റ്റാർഫിഷ്. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഈസ് ദ സ്പെസിഫിക് ഫീച്ചർ ഓഫ് എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റ. ഇപ്പൊ ലീച്ച് ആനലിഡയാണ്, പ്രോൺ ആർത്രോപോഡയാണ്, സ്റ്റാർഫിഷ് എക്കൈനോഡെർമേറ്റ ആണ്, നീറസ് ആനലിഡ. സോ ദ റൈറ്റ് ആൻസർ ഇസ് സ്റ്റാർഫിഷ്. Shark has to swim continuously unlike sardine. Give reason. ഇപ്പൊ ഷാർക്ക് കോൺട്രിക്ടൈസ് ആണ്, കാർട്ടിലേജിനസ് ഫിഷ് ആണ്, കോൺട്രിക്ടൈസ്. സോ ഇവർക്ക് സിങ്ക് ആവാതിരിക്കാൻ, മുങ്ങിപ്പോവാതിരിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? സ്വിം ചെയ്യണം. ഓസ്റ്റിക്ടൈസിന് അത് ആവശ്യമില്ല. ഇത് എന്തുകൊണ്ടാണ്? കോൺട്രിക്ടൈസിന് എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്, അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യേണ്ടി വരുന്നത്. ആർക്കാണ് എയർ ബ്ലാഡർ ഉള്ളത്? ഓസ്റ്റിക്ടൈസിന് ഉണ്ട് കേട്ടോ. Some animals have the ability to emit light. What is the phenomenon called? ചില അനിമൽസ് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ ബയോലൂമിനസെൻസ് എന്നാണ് വിളിക്കുന്നത്. ഏത് ഫൈലമാണ് ഇത് കാണിക്കുന്നത് ചോദിച്ചാൽ എന്തെഴുതും? ടിനോഫോറ. ഓക്കെ, ടിനോഫോറ. ഡാഷ് ആൻഡ് ഡാറ്റ് സബ് ഫൈലം ആർ കോൾഡ് ആസ് പ്രോട്ടോകോഡേറ്റ്സ്. നമ്മൾ പ്രോട്ടോകോഡേറ്റ്സ് എന്ന് വിളിക്കുക നമ്മുടെ 2 സബ് ഫൈലമായിട്ടുള്ള, അതായത് കോഡേറ്റയുടെ 2 സബ് ഫൈലമായിട്ടുള്ള യൂറോകോഡേറ്റ ആൻഡ് സിഫാലോകോഡേറ്റ ആണ്. വെർട്ടിബ്രേറ്റ വരില്ല കേട്ടോ. Name the phylum in which adults exhibit radial symmetry and larvae exhibit bilateral symmetry. Adult radially symmetrical ആണ്, ലാർവ എന്താണ്? ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിന്റെ താഴെ ഒരു നോട്ടായിട്ടാണ് ഈ ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളത്. എക്കൈനോഡേംസിനാണ് അങ്ങനെ. അവരുടെ അഡൽട്ട്, സ്റ്റാർഫിഷ് ഒക്കെ ആലോചിക്കുക, അഡൽട്ട് എന്താണ്? റേഡിയലി സിമെട്രിക്കൽ ആയിരിക്കും അല്ലെ, പക്ഷെ അവരുടെ ലാർവ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ് കേട്ടോ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ. ഇത് എന്ത് സ്ട്രക്ചർ ആണ്? This is Cnidoblast. Cnidoblast ആണ്. Cnidoblast എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാക്കിക്കോളാം, Cnidaria ആണ് ഫൈലം അല്ലെ. നെയിം ദ ഫൈലം ചോദിച്ചിട്ടുണ്ട്, Cnidaria. ഓക്കെ, ഫങ്ഷൻസ് ചോദിക്കുകയാണെങ്കിലോ ആങ്കറേജ്, ഡിഫെൻസ് ആൻഡ് ഓൾസോ ക്യാപ്ചർ ഓഫ് പ്രേ. ഓക്കെ, ഇത് 3ഉമാണ് Cnidoblastന്റെ ഫങ്ഷൻസ്. Mention one example each for animals with chitinous exoskeleton and those covered by a calcareous shell. Chitinous exoskeleton വെച്ചിട്ട് ബോഡിനെ കവർ ചെയ്തിരിക്കുന്നത് ആർത്രോപോഡയുടെ പ്രത്യേകതയാണ്. ആൻഡ് കാൽക്കേറിയസ് ഷെൽ ഉള്ളത് ആർക്കാണ്? മൊളുസ്കയ്ക്കാണ് കേട്ടോ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈലത്തിന്റെ പേരല്ല, എക്സാമ്പിൾ ആണ്. സോ കൈറ്റിനസ് എക്സോസ്കെൽട്ടൺ എക്സാമ്പിൾ കോക്രോച്ച്, കാൽക്കേറിയസ് ഷെൽ എക്സാമ്പിൾ എന്താണ്? സ്നേൽ. ദിസ് ഇസ് ആർത്രോപോഡ ആൻഡ് ദിസ് വൺ ഇസ് മൊളുസ്ക. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാരക്ടേഴ്സ് ഓഫ് എ മെറൈൻ ഇൻവെർട്ടിബ്രേറ്റ് ഇസ് ഗിവൺ ബിലോ. സ്പൈനി സ്കിൻഡ് ബോഡി അല്ലെ, ബോഡിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുള്ളു പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും അല്ലേ. ഓക്കെ, പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. ടു വിച്ച് ഫൈലം ഡസ് ഇറ്റ് ബിലോങ്? വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്നൊക്കെ കേട്ടാൽ അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോളെ, എക്കൈനോഡെർമേറ്റ. ഡാഷ് ഗ്രൂപ്പ് ഓഫ് കോഡേറ്റ് possess sucking and circular mouth without jaws. Okay, sucking and circular mouth without jaws. വിത്തൗട്ട് ജോസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അനാത്തയാണ് അല്ലേ. അതിൽ വരുന്ന ഒരൊറ്റ ക്ലാസ്സേ ഉള്ളൂ, ദാറ്റ് ഇസ് സൈക്ലോസ്റ്റൊമേറ്റ. അപ്പൊ ഇവർക്ക് എന്താണുള്ളത്? ഇങ്ങനെ വട്ടത്തിലുള്ള മൗത്ത് ആണുള്ളത്. ആൻഡ് ഓൾസോ ഇങ്ങനെ കുറെ സക്കേഴ്സ് ഒക്കെ ഉണ്ടാവും. എന്തിനാണ്? ഇവർ വലിയ വലിയ ഫിഷിന്റെ മേലെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യുന്ന എക്ടോ പാരസൈറ്റ്സ് ആണ്. സോ സക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സക്കിംഗ് സർക്കുലർ മൗത്ത് ഉള്ളത്. ജോ ഇല്ല കേട്ടോ. സൈക്ലോസ്റ്റൊമേറ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ എസീലോമേറ്റ് ഓർഗാനിസം ഫ്രം ദ ഫ്ലോയിങ്. എസീലോമേറ്റ് ആണ്. സീലോം ഇല്ലാത്തത് ആർക്കാണ്? പ്ലാറ്റിഹെൽമിന്തസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. റൗണ്ട് വേം, ഹൂക്ക് വേം, ഫൈലേറിയൽ വേം ആൻഡ് ടേപ്പ് വേം. റൗണ്ട് വേം, ഹൂക്ക് വേം, ഫൈലേറിയൽ വേം ഒക്കെ എന്താണ്? ആഷ്ഹെൽമിന്തസ് ആണ്, സ്യൂഡോസീലോമേറ്റ്സ് ആണ് അല്ലേ. സോ ടേപ്പ് വേം ഇസ് ദ റൈറ്റ് ആൻസർ. സീലോമേറ്റ്, ആർത്രോപോഡ, സ്യൂഡോസീലോമേറ്റ്, ആഷ്ഹെൽമിന്തസ്. ആർത്രോപോഡ്സിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. അനലിഡ്സിന് അതെന്താണ്? നെഫ്രീഡി ആണ്. ഇനി പ്ലാറ്റിഹെൽമിന്തസ് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഫ്ലെയിം സെൽസ്. അതെന്താണ്? ഫ്ലെയിം സെൽസ് ആണ്. ഹെമികോഡേറ്റി ആണെങ്കിലോ പ്രൊബോസിസ് ഗ്ലാൻഡ് അല്ലേ. ഓക്കെ, ഓസ്റ്റിക് തൈസ് ബോഡി ഈസ് കവേർഡ് ബൈ സൈക്ലോയിഡ് സ്കെയിൽസ് അല്ലെങ്കിൽ ക്റ്റിനോയിഡ് സ്കെയിൽസ്. കോൺട്രിക്ടൈസ് ആണെങ്കിൽ
പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ് കേട്ടോ. The diagram of an animal is given, identified symmetry. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആർത്രോപോഡയാണ്. ആൻഡ് അല്ലാതെ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക അല്ലേ, അതായത് സെൻട്രൽ ആക്സിസിലൂടെ ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹൗസ് കിട്ടും, റൈറ്റ് ഹാഫും ലെഫ്റ്റ് ഹാഫും. സോ ബൈലാറ്ററലി സിമെട്രിക്കൽ. ഫൈൻഡ് the odd one and write the reason for selection. ഇപ്പോൾ odd one ഏതാന്ന് പറയണം. പൈല, സൈക്കോൺ, യൂസ്പോഞ്ചിയ, സ്പോഞ്ചില്ല. സോ ഇതില് സൈക്കോൺ, യൂസ്പോഞ്ചിയ, സ്പോഞ്ചില ഒക്കെ ഏതാണ്? belongs to the phylum Porifera. പക്ഷെ പൈല belongs to the phylum Mollusca. Note the relationship with the first pair and then complete the second pair. Porifera asymmetrical ആണ്, Cnidaria radially symmetrical ആണ്, Ctenophorium radially symmetrical ആണ്. Which class is characterized by the presence of pneumatic bonds? അതായത് hollow bonds with air cavities ഉള്ളത് ആർക്കാണ്? Aves, birds നാണ് കേട്ടോ. Pneumatic bonds, aves. Arthropods is the largest phylum in animal kingdom. Write any 2 vectors in this phylum. സോ ആർത്രോപോഡിൽ കുറേ എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ വെക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോംബിക്സ്, അതുപോലെ തന്നെ ഹണി ബി, എപ്പിസ് ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ, സിൽക്കോമും അതുപോലെ തന്നെ ഹണി ബി ഒക്കെ. ഇനി ഇവിടെ വെക്ടേഴ്സ് ചോദിച്ചാൽ ഇപ്പോൾ കൊതുകിന്റെ കാര്യം എഴുതാൻ, അനോഫിലസ്, ക്യുലെക്സ് ആൻഡ് ഈഡിസ്, മോസ്കിറ്റോസ്. ഓക്കെ അല്ലേ? Arthropods is the largest phylum in animal kingdom. Write any 2 examples for economically important insects. കണ്ടില്ലേ? അപ്പോൾ എപ്പിസ്, ഹണി ബി, ബോംബിക്സ്, സിൽക്കോം അല്ലെങ്കിൽ ലാക്സിഫർ, ലാക്ക് ഇൻസെക്ട് എഴുതാൻ പറ്റും. ഫൈൻഡ് ഔട്ട് ദ സ്യൂഡോസീലോമേറ്റ് അനിമൽ ഫ്രം ദ ഫ്ലോയിങ്. അപ്പോൾ സ്യൂഡോസീലോമേറ്റ് എന്ന് പറയുമ്പോൾ എന്താവണം? ആഷൽമിന്തസ് ആവണ്ടേ? അപ്പോൾ ടൈപ്പ് ഓഫ് പ്ലാറ്റിഹെൽമിന്തസ് ആണ്. ഓക്കെ, എർത്തോ മെനലിഡെ ആണ്, ഹണീബി ആർത്രോപോഡയാണ്, അവരൊക്കെ സീലോമീറ്റ്സ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഹൂക്വം, കാരണം അതെന്താണ്? ആഷൽമിന്തസ് ആണ് കേട്ടോ. ഓക്കെ, നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 words and find a suitable word for the 4th place. Coelenterata radially symmetrical, അങ്ങനെയാണെങ്കിൽ B, that is Platyhelminthes. Platyhelminthes is bilaterally symmetrical അല്ലേ? എന്താണെടാ? bilaterally symmetrical ആണ്. A limbless amphibian is limbless amphibian. ഇതും തുടർച്ചയായി ചോദിക്കുന്ന 1 mark question ആണ്. Ichthyophis ആണ്, Ichthyophis. Name the undifferentiated layer present in between ectoderm and entoderm in diploblastic animals. ഇപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസിന്റെ കേസിൽ നമുക്കറിയാം എൻറ്റോഡേം ഉണ്ടാവും, എക്ടോഡേം ഉണ്ടാവും, പക്ഷേ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ബീസോഡേം ഉണ്ടാവില്ല. അവിടെ എന്താണ്? ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്, അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ആണ്. ആൻഡ് ആ ഒരു ലെയറിനെ നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ് ഇസ് കോൾഡ് ആസ് മീസോഗ്ലിയ. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ആനിമൽ എക്സിബിറ്റ് മെറ്റാജെനസിസ്? മെറ്റാജെനസിസ് നിഡേരിയ എന്ന് പറയുന്ന ഫൈലത്തിന്റെ പ്രത്യേകതയാണ് അല്ലേ? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. എക്സാമ്പിൾ ഇസ് ഒബീലിയ. The body of sponges is supported by a skeleton made up of സ്പെഞ്ചസിന്റെ ബോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കെലിട്ടൺ അത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്പൈക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സിനെ കൊണ്ടാണ്. യെസ്, അടുത്തത് ബയോമോളിക്യൂൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഡാഷ് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ഓഫ് ദ ബയോസ്ഫിയർ. ഓക്കെ, അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ഓഫ് ദ ബയോസ്ഫിയർ, ദാറ്റ് ഇസ് റുബിസ്കോ. ഏതാണ്? റുബിസ്കോ. യെസ്. ഇൻ എ പോളിസാക്കറൈഡ് the individual monosaccharides are linked by dash. പോളിസാക്കറൈഡ് നമുക്കറിയാം എന്താണ് പോളിസാക്കറൈഡ്? ഒരു മുത്തുമാലയാണെങ്കിൽ അതിലെ മുത്തുകളെ മോണോമെറിക് യൂണിറ്റ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ദാറ്റ് ഇസ് കോൾഡ് ആസ് മോണോസാക്കറൈഡ് അല്ലേ? അപ്പൊ ഈ മോണോസാക്കറൈഡ്സിനെ ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്ത് ബോണ്ടിനെ കൊണ്ടാണെന്ന് ചോദിച്ചത്? ദാറ്റ് ഇസ് ഗ്ലൈക്കോസിലിക് ബോണ്ട് കേട്ടോ. പിന്നെ മക്കളെ നോക്കിക്കേ, ഇത് ബയോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ ഉള്ള പ്രോട്ടീനും റുബിസ്കോ ആണെങ്കിൽ അനിമൽ വേൾഡിൽ ദാറ്റ് ഇസ് കൊളാജൻ. മേ ബി ആ ക്വസ്റ്റ്യനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Name the nucleotide form of guanine. അപ്പോൾ ഗ്വാനിന്റെ ന്യൂക്ലിയോടൈഡ് ഫോം ഏതാണ്? ഗ്വാനൈലിക് ആസിഡ് ആണ്. Many organic substances are negatively charged, example acetic acid, while others are positively charged, example ammonium ion. An amino acid under certain conditions would have both positive and negative charge simultaneously in the same molecule. Such a form of amino acid is called as amino acid. സെയിം ടൈമിൽ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മോളിക്യൂളിനെ നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഇസ് കോൾഡ് ആസ് സ്വിറ്റർ അയോൺ അല്ലേ? അത് അമിനോ ആസിഡിന്റെ എന്ത് ഫോം ആണ്? സ്വിറ്റർ അയോണിക് ഫോം ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഡാഷ് ഇസ് an example for amino sugar. അമിനോ ഷുഗറിന്റെ എക്സാമ്പിൾ ഗ്ലൂക്കോസ് അമീൻ ആണ്. റൈറ്റ് an example for complex polysaccharide and acetyl galactosamine. അതാണ് കോംപ്ലക്സ് പോളിസാക്കറൈഡിന്റെ എക്സാമ്പിൾ, N-acetyl galactosamine. ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് പ്രസന്റ് ഇൻ DNA. DNAയിലുള്ള ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ഏതാണ്? നൈട്രജൻ ബേസ് ആണ്. The activity of an enzyme is sensitive to the presence of specific chemicals that bind to the enzyme. When the binding of the chemical shuts off enzyme activity, such chemicals are called as. അതായത് എൻസൈമിന്റെ ആക്ടിവിറ്റി ഷട്ട് ഓഫ് ചെയ്യാൻ ചില കെമിക്കൽസ് എന്ത് ചെയ്യും? വന്ന് ബൈൻഡ് ചെയ്യും. യെസ്, ആ കെമിക്കൽസിനെ നമ്മൾ എന്താ വിളിക്കുക? ഇൻഹിബിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ.
Enzymes that catalyze removal of group from substrate by mechanism other than hydrolysis leaving double bond. അതായത് ഗ്രൂപ്പ് റിമൂവ് ചെയ്യും, ഡബിൾ ബോണ്ട് ലീവ് ചെയ്യും, ഡബിൾ ബോണ്ട് ഉണ്ടാവും. ദാറ്റ് ഇസ് ലൈസ്. ഓക്കെ, അതെന്താണ്? ലൈസസിന്റെ ഫംഗ്ഷൻ ആണ്. ഡാഷ് സ്ട്രക്ചർ ഇസ് ആബ്സല്യൂട്ട്ലി നെസസറി ഫോർ ദ മെനി ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ നമുക്കറിയാം പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി സ്ട്രക്ചേഴ്സ് ഉണ്ട്. പക്ഷേ ബയോളജിക്കൽ ആക്ടിവിറ്റിക്ക് പ്രോട്ടീനിന് ഏത് സ്ട്രക്ചറാണ് വേണ്ടത്? ടെർഷറി സ്ട്രക്ചർ. ഓക്കെ അല്ലേ? യെസ്. അടുത്തതാണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലെ ക്വസ്റ്റ്യൻസ്. ERV plus TV plus IRV, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, മൂന്നും കൂടി കൂട്ടിയാൽ ദാറ്റ് ഇസ് വൈറ്റൽ കപ്പാസിറ്റി VC. A person first inhales and exhales to his maximum capacity. What term would you use to denote the volume of air thus breathed out? Okay, അതായത് ഒരാൾ എന്ത് ചെയ്യും? ഇൻഹേൽ ചെയ്യും, എക്സ്ഹേൽ ചെയ്യും. മാക്സിമം കപ്പാസിറ്റിയിലാണ് ഇൻഹേൽ ചെയ്യുന്നതും എക്സ്ഹേൽ ചെയ്യുന്നതും. ഓക്കെ, അതായത് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ ആണ്. വാട്ട് ടേം വുഡ് യു യൂസ് ടു ഡിനോട്ട് ദ വോളിയം ഓഫ് എയർ ദസ് ബ്രീത്hed ഔട്ട്? ഓക്കെ, അതെന്താണ്? അത് വൈറ്റൽ കപ്പാസിറ്റി ആണ്. മെഡുല്ല, മെഡുലയിൽ കാണുന്നത് റെസ്പിറേറ്ററി റിതം സെന്റർ ആണ് എന്നുണ്ടെങ്കിൽ ന്യൂമോടാക്സിക് സെന്റർ ഇരിക്കുന്നത് എവിടെയാണ്? പോൺസ് റീജിയനിലാണ് കേട്ടോ. എവിടെയാണ്? പോൺസ് റീജിയനിലാണ്. ഓക്കെ, നോർമൽ ഹാർട്ട് ബീറ്റ് 70 to 72 ടൈംസ് പെർ മിനിറ്റ് ആണ്. റെസ്പിറേറ്ററി റേറ്റോ ഒരു തവണ നമ്മൾ 12 to 16 ടൈംസ് ആണ് എന്ത് ചെയ്യുന്നത്? ബ്രീത്ത് ചെയ്യുന്നത്. ഓക്കെ, 12 to 18 അല്ലെങ്കിൽ 12 to 16 ടൈംസ്. ഓക്കെ, which is the chronic respiratory disorder in which alveolar walls are damaged due to cigarette smoking? അതായത് ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ, സിഗരറ്റിനുള്ളിൽ ടൊബാക്കോ, അതിൽ നിക്കോട്ടിനും ടാറൊക്കെ ഉണ്ട്. ഇത് ആൽവിയോളയിൽ വന്നിട്ട് അടിഞ്ഞുകൂടും. ഓക്കെ, അപ്പൊ ആൽവിയോളയുടെ വാൾ ഡാമേജ് ആയി പോകും അല്ലേ? ഇതിനെയാണ് നമ്മൾ എംഫിസിമ എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് is carried by hemoglobin as, കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ഫോം ചെയ്യും? കാർബമിനോ ഹീമോഗ്ലോബിൻ. യെസ്. Name the enzyme that accelerates the following reaction. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ഉണ്ടാവും. ഓക്കെ, അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ബൈകാർബണേറ്റ് അയോണും ഹൈഡ്രജൻ അയോൺസും ഉണ്ടാവും. സോ ഈ കംപ്ലീറ്റ് റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത് ഏത് എൻസൈമാണ്? കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഈ എൻസൈം പ്ലാസ്മയിൽ കുറച്ചും RBCയിൽ കുറേ ഉണ്ടാവുന്ന എൻസൈമാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ദ ഡബിൾ വാൾഡ് മെംബ്രെയിൻ ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ഹാർട്ട്, അതായത് നമ്മുടെ ഹൃദയം. ഓക്കെ, ഹാർട്ടിനെ കവർ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ കാണാം. ഓക്കെ, ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പെരികാർഡിയം. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ is called as plasma. എന്ന് ക്ലോട്ടിംഗ് ഫാക്ടർ ഒഴിവാക്കിയാൽ that is serum. The opening between right atrium and right ventricle is guarded by right atrium and right ventricle. നോക്കിക്കേ, ഹാർട്ട്, this is right atrium, left atrium, right ventricle, left ventricle അല്ലേ? റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യുന്നത് that is ട്രൈകസ്പിഡ് വാൾവ്. അതേ സമയത്ത് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ അത് ബൈകസ്പിഡ് വാൾവ് ആയിരിക്കും അല്ലെങ്കിൽ മൈട്രൽ വാൾവ് ആയിരിക്കും. എറിത്രോസൈറ്റ്, എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത് RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. ത്രോംബോസൈറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇപ്പോൾ WBC ചോദിക്കുകയാണെങ്കിലോ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഫംഗ്ഷൻ. ഇമ്മ്യൂൺ റെസ്പോൺസ് WBC, ല്യൂക്കോസൈറ്റ്സ് അല്ലേ? ഇമ്മ്യൂൺ റെസ്പോൺസ്. In the medical record of a patient, blood pressure is noted as 140/90 mmHg. What does it indicate? നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 120/80 mmHg ആണ് അല്ലേ? പക്ഷെ ഇവിടെ 140/90, അപ്പൊ പ്രഷർ കൂടുതലല്ലേ? അതാണ് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ. Which of the following WBC are associated with allergic reactions? Allergic reactionsുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് ഈസിനോഫിൽ ആണ്. ഓക്കെ, ഈസിനോഫിൽ അലർജി ഉള്ള ആൾക്കാർക്ക് അത് റെസിസ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവും ഈസിനോഫിൽ ആയിരിക്കും. ഓക്കെ, അടുത്തത് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ. The disorder in which stone or insoluble mass of crystallized salts formed within the kidney. അതായത് കിഡ്നിയുടെ ഉള്ളിൽ, നമ്മുടെ കിഡ്നിയുടെ ഉള്ളിൽ എന്ത് കാണാൻ പറ്റുന്നു? ഇങ്ങനെ ഓക്സാലൈഡ്സ് അല്ലെങ്കിൽ സൾഫൈഡ്സിനെ ഒക്കെ ക്രിസ്റ്റലൈസ്ഡ് സോൾട്ടുകൾ കാണാൻ പറ്റുന്നു അല്ലെ? ഇത് ഇൻസോൾബിൾ ആണ്, അലിഞ്ഞു പോവില്ല. സോ ഈ കല്ലുകളെ നമ്മൾ എന്താ വിളിക്കുക? റീനൽ കാൽക്കുലൈ, കിഡ്നി സ്റ്റോൺ അല്ലേ? ദ കണ്ടീഷൻ ഓഫ് അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ദ ബ്ലഡ്, ബ്ലഡിൽ യൂറിയ കെട്ടിക്കിടക്കുന്നതിന് എന്താ വിളിക്കുന്നത്? യുറീമിയ എന്നാണ് വിളിക്കുന്നത്. യുറീമിയ. In human kidney, angiotensinogen converted to angiotensin 1 by angiotensinogenനെ angiotensin 1 ആക്കുന്നു.
ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ 2 ആക്കുന്നു. ഏത് എൻസൈമാണ്? റെനിൻ ആണ്. നമ്മൾ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിലാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഇതിനെ റിലീസ് ചെയ്യുന്നത് ആരാണ്? റെനിനെ JG സെൽസ്, ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ്. ഫിഷ് അമോണോടെലിക് ആണ്, കോക്രോച്ച് യൂറിക്കോടെലിക് ആണ്, ഫ്രോഗ് യൂറിയോടെലിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ്. നെയിം ദ പോർഷൻ ഓഫ് ദ മയോഫൈബ്രൽ ബിറ്റ്വീൻ ടു സക്സസീവ് സെഡ് ലൈൻസ്. അതായത് രണ്ട് സക്സസീവ് സെഡ് ലൈൻസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കാണുന്ന ഈ പോർഷന് നമ്മൾ എന്താ വിളിക്കുക? സാർക്കോമിയർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ നിങ്ങളോട് ചോദിക്കുകയാണ് മസിൽ കോൺട്രാക്ഷന്റെ ഫംഗ്ഷണൽ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാലും അതെന്താണ്? സാർക്കോമിയർ. മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ലെങ്ത് ഷോർട്ടൻ ചെയ്യുന്നത് സാർക്കോമിയറിന്റെ ആണ് കേട്ടോ. നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് പെയർ ആൻഡ് ആൻസർ ദ സെക്കൻഡ് പെയർ. ആക്റ്റിൻ എന്ന് പറയുന്നത് തിൻ ഫിലമെന്റ് ആണ്. ഇത് ലൈറ്റ് ബാൻഡ് ആണ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഐ ബാൻഡ്. ഓക്കെ, അപ്പൊ തിക്ക് ഫിലമെന്റ് മയോസിൻ അല്ലേ? ഇത് ഡാർക്ക് ബാൻഡ് ആണ് ഫോം ചെയ്യുന്നത്, ദാറ്റ് ഈസ് എ ബാൻഡ്. Which ion is responsible for muscle contraction where it is stored? മസിൽ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു അയോൺ വിചാരിക്കണം. അത് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? കാൽഷ്യം അയോൺസ് ആണ് സ്റ്റോർഡ് ഇൻ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. വാട്ട് ആർ ദ 4 പ്രോപ്പർട്ടീസ് ഓഫ് മസിൽസ്? ഈസിയാണ്. മസിൽ എക്സൈറ്റഡ് ആവുന്നുണ്ട്, എക്സൈറ്റബിലിറ്റി. കോൺട്രാക്ട് ചെയ്യുന്നു, കോൺട്രാക്ടിലിറ്റി. എക്സ്റ്റെൻഡ് ആവുന്നു, എക്സ്റ്റെൻസിബിലിറ്റി. ആൻഡ് ഇലാസ്റ്റിക് ആണ്, ഇലാസ്റ്റിസിറ്റി. റൈറ്റ് ഇനി 2 കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് ഇൻവോൾവ് ഇൻ മസിൽ കോൺട്രാക്ഷൻ. അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ആക്റ്റിനും മയോസിനും ആണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ആക്റ്റിൻ ആൻഡ് മയോസിൻ. മിസ് ഇത് ഇപ്പൊ തന്നെ റബ് ചെയ്ത് തരാം. 2 കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആക്റ്റിനോട് മയോസിന്റെ ഹെഡ് വന്ന് ബൈൻഡ് ചെയ്യും, ആക്റ്റിന്റെ ഉള്ളിലേക്ക് പിടിച്ച് വലിക്കും. അപ്പോഴല്ലേ എന്ത് ചെയ്യുന്നത്? സെഡ് ലൈൻസ് അടുത്തടുത്ത് വരുന്നത്, സാർക്കോമിയർ ഷോർട്ടൻ ചെയ്യുന്നതും മസിൽ കോൺട്രാക്ട് ചെയ്യുന്നതും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. Which theory explains muscle contraction? മസിൽ കോൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. അതായത് ആക്റ്റിൻ മയോസിന്റെ മേലെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാണ് ചെയ്യുന്നത്, സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. റാപ്പിഡ് സ്പാസംസ് ഇൻ മസിൽ ഡ്യൂ ടു കാൽഷ്യം ഇൻ ദ ബോഡി ഫ്ലൂയിഡ്. ബ്ലഡിൽ കാൽഷ്യം അക്യുമുലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിലൊക്കെ വിഗറസ്ലി കോൺട്രാക്ട് ചെയ്യും. ദാറ്റ് ഇസ് ടെറ്റനി. കണ്ടീഷൻ ടെറ്റനി ആണ് കേട്ടോ, വൈൽഡ് കോൺട്രാക്ഷൻസ്. അടുത്ത ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെയിം ദ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ദാറ്റ് സെപ്പറേറ്റ് ദ മെംബ്രെയിൻസ് ഓഫ് പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് അറ്റ് എ കെമിക്കൽ സിനാപ്സ്. അതായത് 2 ന്യൂറോൺസ്, ഈ 2 ന്യൂറോൺസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്? ദാറ്റ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഓക്കെ, അത് കെമിക്കൽ സിനാപ്സിലാണ് ഉണ്ടാവുക കേട്ടോ. ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ഇസ് സെറിബ്രം. നെയിം ദ ഫോളോയിങ് സ്ട്രക്ചർ വിച്ച് കണക്ട് ടു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെയും, സെറിബ്രത്തിന് 2 പാർട്സിന് 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് അല്ലേ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വൺ. ഓക്കെ, ഇതിനെ രണ്ടിനെയും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? കോർപ്പസ് കെല്ലോസം. 4 റൗണ്ട് സ്വെല്ലിങ്സ് ഇൻ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിൽ കാണുന്ന 4 റൗണ്ട് സ്വെല്ലിങ്സിന് എന്താ വിളിക്കുക? കോർപ്പോറ ക്വാഡ്രിജെമിന എന്നാണ് വിളിക്കുന്നത് കേട്ടോ. The region of human brain which control the functions such as body temperature, urge for eating and drinking. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൽ ഒരു ഭാഗം നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യും, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനും ദാഹമൊക്കെ തോന്നുന്നില്ലേ? ഇതിനൊക്കെ കാരണം ആരാണ്? ഹൈപ്പോതലാമസ്. വിച്ച് ഓഫ് ദി ബ്രെയിൻ പാർട്ട് കൺട്രോൾ റെസ്പിറേഷൻ ആൻഡ് ഗാസ്ട്രിക് സെക്രീഷൻസ്? അതായത് ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇപ്പൊ നമ്മുടെ റെസ്പിറേഷൻ, ഹാർട്ട് ബീറ്റ്, ഗാസ്ട്രിക് സെക്രീഷൻസ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ മെഡുല്ല ഒബ്ലിഗേറ്റ. ഓക്കെ, അടുത്തതാണ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഗ്രാഫിൻ ഫോളിക്കിൾ ഇൻ ഓവറി ഈസ് കൺവേർട്ടഡ് ടു എ സ്ട്രക്ചർ കോൾഡ് ഡാഷ് വിച്ച് സെക്രീറ്റ് ഡാഷ്. അതായത് ഓവുലേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യും, റപ്ചർ ചെയ്തിട്ട് ഓവത്തിനെ റിലീസ് ചെയ്യും. ഓവം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫിൻ ഫോളിക്കിൾ എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുക. പ്രഗ്നൻസിക്ക് വേണ്ട ഹോർമോൺ ആണിത്. ഡാഷ് ഹോർമോൺ കൺട്രോൾസ് ഡയേണൽ റിതം. അതായത് നമ്മുടെ ബോഡിയുടെ ഒരു 24 hour റിതം അല്ലെ, ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഇസ് പൈനിയൽ ഗ്ലാൻഡ്. ഓക്കെ, ഇവിടെ എന്താണ്? ഹോർമോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പൈനിയൽ ഗ്ലാൻഡ് എന്ന് മാത്രം എഴുതിയിട്ട് കാര്യമില്ലല്ലോ. ഹോർമോൺ ആണെങ്കിൽ ദാറ്റ് ഇസ് മെലാറ്റോണിൻ. പൈനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മെലാറ്റോണിൻ ആണ് കേട്ടോ. ഓക്കെ, observe the relationship between the first 2 terms and fill up the blanks. Hyperglycemic hormone. Hyperglycemic എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടുന്ന ഹോർമോൺ. അത് ഗ്ലൂക്കഗോൺ ആണ് അല്ലേ? ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടും.
ഗ്ലൂക്കോസിന്റെ ലെവലിനെ കുറയ്ക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. അത് ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ്, ഹൈപ്പോ കുറയ്ക്കുക. എറിത്രോപോയിറ്റിൻ, എ പെപ്റ്റൈഡ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ JG സെൽസ് ഓഫ് കിഡ്നി. എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന പെപ്റ്റൈഡ് ഹോർമോൺ റിലീസ് ചെയ്യുന്നത് ജെക്സ്റ്റാ ഗ്ലോമറുലർ സെൽസ് ആണ്. എവിടെ ഇരിക്കുന്നത്? കിഡ്നിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ RBC ഫോർമേഷൻ അല്ലെങ്കിൽ എറിത്രോപോയിസിസ്. ഓക്കെ, കംപ്ലീറ്റ് ദ ചാർട്ട് ഷോയിങ് ഹോർമോൺ ആൻഡ് ഹോർമോണൽ ഡിസീസ്. ഇപ്പൊ ഇവിടെയൊക്കെ ബ്ലാങ്ക് ആയിരുന്നു കേട്ടോ, അവിടെയൊക്കെ ബ്ലാങ്ക് ആയിരുന്നു. ഇപ്പൊ ഡ്വാർഫിസം നമുക്കറിയാം ഗ്രോത്ത് ഹോർമോൺ കുറയുന്നത് കൊണ്ട് വരുന്നു. ഗ്രോത്ത് ഹോർമോൺ കൂടിയാൽ ഇറ്റ് ലീഡ്സ് ടു ജൈജാൻറ്റിസം അല്ലെ, ഭീമാകാരത്വം. ഗോയിറ്റർ വരാൻ കാരണം അയഡിന്റെ ഡെഫിഷ്യൻസിയാണ്. ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവാൻ കാരണം ഇൻസുലിന്റെ ഡെഫിഷ്യൻസിയാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നിങ്ങളോട് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഇത് ഈ അടുത്താണ് ഫ്രോഗ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ആവുന്നത്. സോ അധിക ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളോട് സമ്മർ സ്ലീപ്പും വിന്റർ സ്ലീപ്പും ചോദിക്കും. ഓക്കെ, സമ്മർ സ്ലീപ്പ് ചോദിക്കും, അതുപോലെ വിന്റർ സ്ലീപ്പ് ചോദിക്കും. സമ്മർ സ്ലീപ്പ് എന്താണ്? ദാറ്റ് ഈസ് ഈസ്റ്റിവേഷൻ. വിന്റർ സ്ലീപ്പ് ഹൈബർനേഷൻ. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ബുൾഫ്രോഗിനെ കുറിച്ച് അല്ലെ, കോമൺ ഫ്രോഗ്, ദാറ്റ് ഈസ് റന ടൈഗ്രന. സയന്റിഫിക് നെയിം പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ അല്ലെ? പിന്നെ ഫ്രോഗിന് കളർ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടല്ലോ, അതാണ് ക്യാമോഫ്ലാഷ്. ഓക്കെ, ആ പ്രൊട്ടക്റ്റീവ് കളറേഷനെ വിളിക്കുന്ന പേരെന്താണ്? മിമിക്രി. യെസ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് മിമിക്രി അല്ലെ, മിമിക്രി. സോറിയടാ, പേജ് കോപ്പി ചെയ്യുന്നതിന് മുന്നേ ഞാൻ എഴുതി. അതേപോലെ ഇവർക്ക് എക്സ്റ്റേണൽ ഇയർ ഇല്ല. അപ്പൊ എക്സ്റ്റേണൽ ഇയർ ഇല്ല, അതിന് പകരം ഇവർക്ക് എന്താണുള്ളത്? ടിംപാനം. ടിംപാനം, യെസ്, ടിംപാനം ആണുള്ളത്. ആൻഡ് അവർക്ക് തേർഡ് ഐലിഡ് ഉണ്ട്. അതായത് ഫ്രോഗിന് വെള്ളത്തിലുള്ള സമയത്ത് അവരുടെ കണ്ണുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്? ദാറ്റ് ഈസ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. ബിഡ്ഡേഴ്സ് കനാൽ ഉള്ളത് മെയിൽ ഫ്രോഗിനാണ്. ഓക്കെ, ബിഡ്ഡേഴ്സ് കനാൽ ഉള്ളത് മെയിൽ ഫ്രോഗിനാണ്. ആൻഡ് നപ്റ്റിയൽ പാഡ്, നപ്റ്റിയൽ പാഡ് ആയിക്കോട്ടെ, അതായത് കോപ്പുലേറ്ററി പാഡ് ആയിക്കോട്ടെ, സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്ക് ആയിക്കോട്ടെ, ഇതെല്ലാം ഉള്ളത് ആർക്ക് തന്നെയാണ്? മെയിൽ ഫ്രോഗിനാണ്. ഓക്കെ, മെയിൽ ഫ്രോഗിനാണ്. 4 ഡിജിറ്റിൽ മൊത്തം, സോറി 4 ലിംബിൽ 4 ഡിജിറ്റ് അല്ലേ, ആൻഡ് ഓൾസോ ഹൈൻഡ് ലിംബിൽ 5 ഡിജിറ്റ്. ഓക്കെ, 4 ഡിജിറ്റ് ഇൻ 4 ലിംബ്, 5 ഡിജിറ്റ് ഇൻ ഹൈൻഡ് ലിംബ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, അതായത് ഇവർക്ക് സ്വിമ്മിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈൻഡ് ലിംബിലുള്ള ഡിജിറ്റ്സിന്റെ ഇടയിൽ സ്കിൻ ഉണ്ട്, അതിനെന്താ വിളിക്കുക എന്ന് ചോദിക്കും. അതിനെന്താടാ വിളിക്കുക? വെബ് അല്ലെ, അതിനെ വിളിക്കുന്ന പേരെന്താണ്? വെബ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കണം. 1 വേർഡ് ഏത് വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ലൈവിലേക്ക് വരിക. ലൈവിൽ നമ്മൾ എന്തായാലും ഈ ചാപ്റ്റർ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ സുവോളജിയിലുള്ള ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എന്താ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ 1 വേർഡ് പഠിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് നഷ്ടപ്പെടുക ഈ 1 മാർക്കിലാണ്. എവിടുന്ന ക്വസ്റ്റ്യൻ വരിക നമുക്ക് അറിയില്ല. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. സോ ഇനി നമുക്ക് ബോട്ടണിയുടെ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യണം. ബോട്ടണിയുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അമൽ സാർ വരുന്നുണ്ട്. ബോട്ടണിയിൽ കുറെ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് നമുക്ക് വേഗം കടന്നേക്കാം. ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദിസ് ഓർഗാനിസം കോസ് മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽ ചോദിച്ചേക്കാണ്. നമുക്ക് അറിയാവുന്ന കേസാണ് നമ്മുടെ പ്രയോൺസ് ആണ് അല്ലെ. പ്രയോൺസ് അതായത് നമുക്കറിയാം അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ആയിട്ടുള്ള പ്രയോൺസ് ആണ്. അതിന് റീസൺ ആണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് മറന്നേക്കരുത്. മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽ എന്ന് പറഞ്ഞാൽ പ്രയോൺസ് ആണ്. ഇനി രണ്ടാമത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ദ ആൽഗൽ കമ്പോണന്റ് ഓഫ് ലൈക്കൻ ഈസ് കോൾഡ്. നമുക്കറിയാം ലൈക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഗയും ഫംഗസും കൂടെ കൂടിച്ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നമുക്കറിയാം അവിടെ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് ആൽഗയാണ് ആൻഡ് അവിടെ
അബ്സോർപ്ഷൻ ചെയ്യുന്നതും ആൻഡ് ഓൾസോ അവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലം കൊടുക്കുന്നതും എല്ലാം നമ്മുടെ ഫംഗൽ പാർട്ണറായിട്ടുള്ള മൈക്കോബിയന്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ ചോദ്യം എന്തായിരുന്നു? ആരാണ് ആൽഗൽ കമ്പോണന്റ് എന്നായിരുന്നു. അതിന് നമ്മൾ ഫൈക്കോബിയന്റ് എന്നുള്ള പേരാണ് കൊടുക്കേണ്ടത്. അവരുടെ ഫംഗ്ഷൻ ഫോട്ടോസിന്തസിസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിനടുത്ത ചോദ്യം, ഒബ്സർവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ചോദിച്ചേക്കാണ്. മഷ്റൂം എന്ന് പറയുന്നത് അഗാരിക്കസ് ആണെന്ന് പറഞ്ഞേക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് മോൾഡ് എന്നറിയപ്പെടുന്ന ആരാണെന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ റൈസോപ്പസ് ആണെന്നുള്ള കാര്യം എഴുതി വെച്ചുകൊടുക്കുക. റൈസോപ്പസ്. അപ്പൊ ബ്രെഡ് മോൾഡ് റൈസോപ്പസ് അല്ലെങ്കിൽ റൈസോപ്പസ് ബ്രെഡ് മോൾഡ് എന്നുള്ള കാര്യം ഒരു കാരണവശാൽ എന്ത് ചെയ്യരുത്, മറന്നു പോയേക്കരുത് കേട്ടോ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് പെയർ. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള പെയർ ചൂസ് ചെയ്യാന്ന് പറഞ്ഞേക്കാണ്. ലൈക്കൻ അസോസിയേഷൻ ഓഫ് ഫംഗൈ ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഒരിക്കലും അല്ല, ഇത് നേരെ മൈക്കോറൈസയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. മൈക്കോറൈസയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. ദെൻ സാപ്രോഫൈറ്റ്സ് അബ്സോർബ് ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ് ആണല്ലോ. സാപ്രോഫൈറ്റ്സ് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്തിലും നമുക്ക് അടുത്ത് നോക്കിയേക്കാം. മൈക്കോറൈസെ അസോസിയേഷൻ ഓഫ് ഫംഗൈ ആൻഡ് ആൽഗെ, ഇതെന്താണ്? നമ്മുടെ ലൈക്കൻ ആണ് അല്ലെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തേക്കുവാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇത് ചൂസ് ചെയ്യാനായിട്ട് പറ്റി. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ചോദിച്ചേക്കാണ്. മൊണീറ പ്രൊകാരിയോട്ട്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടിസ്റ്റ ഏതിൽ വരുന്നതാണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അത് നമ്മുടെ യൂക്യാരിയോട്ട് ഓർഗാനിസം ആണ് എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. യൂണിസെല്ലുലാർ യൂക്യാരിയോട്ട് ഓർഗാനിസംസ് വരുന്ന ഗ്രൂപ്പാണ് നമ്മുടെ പ്രോട്ടിസ്റ്റ എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നതാണ്. അത് വിട്ടുപോകരുത്. അടുത്തത്, നെയിം ദ യൂണിസെല്ലുലാർ ഫംഗസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന യൂണിസെല്ലുലാർ ഫംഗസ് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഫംഗസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ആണ്. അതിലൊരാൾ മാത്രം നമ്മുടെ ഈസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ സക്കാരോമൈസസ് എന്നറിയാം. സക്കാരോമൈസസ് ഇവരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആളെന്നുള്ള കാര്യം മറന്നു പോകരുത്. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ലൈക്കൻ അസോസിയേഷൻ വിത്ത് ഫംഗൈ ആൻഡ് ആൽഗെ ചോദിച്ചേക്കുവാണ്. അപ്പൊ ഇവിടെ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് ഫംഗൈ വിത്ത് ഹയർ പ്ലാന്റ്സ് ഓഫ് റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്കോറൈസേനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ എഴുതാനായിട്ട് പറ്റും അല്ലെ. അബ്സോർപ്ഷൻ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ അബ്സോർപ്ഷനുകൾക്ക് എളുപ്പമാകാനായിട്ട് ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സിലെല്ലാം ഫംഗൈ അസോസിയേറ്റ് ചെയ്തിരിക്കുകയും ചെയ്യും. ആൻഡ് ഫംഗസ് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം വലിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ പ്ലാന്റ്സ് എന്ത് ചെയ്യും, തിരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകളെല്ലാം പ്ലാന്റ്സ് കൊടുത്തോളും. അടുത്തത്, choose the correct answer from the following. AIDS in human being is caused by. നമ്മുടെ HIV വൈറസ് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് വൈറസിലേക്ക് പോകാനായിട്ട് നമുക്ക് ഒരു കഷ്ടപ്പാടുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ദെൻ നെറ്റ്വർക്ക് ഓഫ് ഹൈഫൈ ഇൻ ഫംഗൈ ഈസ് കോൾഡ്. നമുക്കറിയാം ഫംഗസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ നെറ്റ്വർക്കുകളായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതിൽ ഒറ്റ ഒരാൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹൈഫൈ എന്നുണ്ടെങ്കിൽ ഇതിനെ മുഴുവനും ചേർത്ത് നമ്മൾ പറയുന്ന പേര് മൈസീലിയം എന്നാണ്. മൈസീലിയം. അപ്പൊ മൈസീലിയം ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മൈസീലിയം എഴുതി വെച്ചോളുക, അത് കിട്ടിക്കോളും. യെസ്, മൈസീലിയം. അടുത്തത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ആർക്കി ബാക്ടീരിയ വിച്ച് ക്യാൻ സർവൈവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. ഹോട്ട് സ്പ്രിങ്സിൽ താമസിക്കാൻ പറ്റുന്നത് ആരാണെന്നുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെർമോ അസിഡോഫൈൽസ് എന്നാണ് ആൻസർ വരുന്നത്. തെർമോ അസിഡോഫൈൽസ് എന്നുള്ള ആൻസർ നമ്മൾ ഓർത്ത് വെക്കണം. ആ കൂടെ തന്നെ എന്താ മാർഷി ഏരിയയിലാണെന്നുണ്ടെങ്കിൽ മെത്തനോജെൻസിനെ നമുക്ക് ഓർമ്മ വരണം അവിടെ. ദെൻ ആൻഡ് സോൾട്ടി ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ഹലോഫൈൽസിനെയും അവിടെ എന്ത് വരണം, ഓർമ്മ വരണം. അപ്പൊ ഇവരെല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ ആർക്കി ബാക്ടീരിയയുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ സർവൈവ് ഇൻ എനി എക്സ്ട്രീം കണ്ടീഷൻ. അതിലൊരു കണ്ടീഷനാണ് ഹോട്ട് സ്പ്രിംഗ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ദെൻ ഒബ്സർവ് ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ട്രിപ്പനോസോമ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോമ എന്ന് പറഞ്ഞേക്കാണ്. ആൻഡ് സീലിയേറ്റഡ് പ്രോട്ടോസോമ ചോദിച്ചേക്കുവാണ്. ഇത് നമ്മുടെ പാരാമീസിയമാണ്. പാരാമീസി സി എന്ന് പറയുമ്പോൾ സീലിയേറ്റഡ് എന്നുള്ള കാര്യം ഓർമ്മ വരണം. പാരാമീസീലിയേറ്റഡ് എന്നുള്ള ഒരു പാരാമീസീലിയേറ്റഡ് എന്ന് ഓർത്താൽ മതി. അത് സിമ്പിൾ ആയിട്ട് കിട്ടും. അത് ട്രിപ്പ് അടിക്കുന്നവർ ഫ്ലജല്ലേറ്റഡ് ആണെന്ന് ഓർക്കണം. ഫ്ലജല്ല ഉണ്ട്, നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രിപ്പ് അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർത്താൽ മതി. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് പ്രൊഡ്യൂസ് ബയോഗ്യാസ് ഫ്രം ദ ഡങ് ഓഫ് റൂമിനന്റ് ആനിമൽസ് എന്ന് പറയുമ്പോൾ മെത്തനോജൻസ് ആണ് നമുക്കറിയാം അല്ലെ. മീഥേൻ പ്രൊഡ്യൂസിംഗ് ആണ്. അപ്പൊ അത് അറിയാവുന്ന കേസാണ്. അടുത്തത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ദ മെയിൽ സെക്സ് ഓർഗൻ ഓഫ് ബ്രയോഫൈറ്റ് ഈസ് കോൾഡ്. അത് നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ആന്തറീഡിയം ആണ് ഇവിടെ ആൻസർ വരുന്നത്. ആന്തറീഡിയം. ഇനി ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ആർക്കിഗോണിയം ആണെന്ന് അറിയാം അല്ലെ. ആർക്കിഗോണിയം ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. യെസ്, ഓക്കെ. ഇത് ആന്തറീഡിയത്തിൽ ഒരു ആന്ത്രോസോഡ് ഉണ്ടാവുന്നതും അത് ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന എഗ്ഗുമായിട്ട് കൂടിച്ചേരുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത്, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആൾജിൻ ബ്രൗൺ ആൽഗെ
കെരാജിൻ എന്ന് പറയുമ്പോൾ കെരാജിൻ കിട്ടുന്നത് നമ്മുടെ റെഡ് ആൽഗയിൽ നിന്നാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഇവർ രണ്ടുപേരും വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളവരാണ്, അല്ലെങ്കിൽ ഹൈഡ്രോകൊളൈഡ് ഇൻ നേച്ചർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിനടുത്തത് ഗ്രീൻ മൾട്ടി സെല്ലുലാർ എസെക്സ്വൽ ബഡ്സ് ഇൻ ലിവർ വൂഡ്സ്. ലിവർ വൂഡ്സിൽ കാണുന്നത് ഈ ആന്ത്രോസോയിഡും സൂസ്പോറും കൊണീഡിയും ഇതൊന്നുമല്ല, നമ്മുടെ ജെമ്മെ, ആ ജെമ്മെ കപ്പിനുള്ളിലുള്ള ജെമ്മയാണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അറിയാവുന്നതാണ്. ജെമ്മെ കപ്പാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിനടുത്തത് വിച്ച് പ്ലാന്റ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ആംബിബിയൻസ് ഓഫ് പ്ലാന്റ് കിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ നാളുകളായിട്ട് നമ്മൾ ഇത് കേട്ട് പഠിക്കുന്നതാണ് നമ്മുടെ ബ്രയോഫൈറ്റ്. ബിക്കോസ് അവരുടെ സെക്ഷുവൽ ഡിപ്രഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വാട്ടർ വേണം എന്നുള്ള കാര്യം അറിയാം. ബ്രയോഫൈറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ചൂസ് ദ കറക്റ്റ് ആൻസർ. റിസർവ് ഫുഡ് ഇൻ ഫിയോഫൈസിയെ, അതായത് ബ്രൗൺ ആൽഗയിലെ ഫുഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാവുന്നതാണത് മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ ക്ലോറോയിൽ വരുന്നതാണ്, ക്ലോറോഫൈസയിൽ വരുന്നതാണ്. ഫ്ലോറിഡിൻ സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ റെഡ് ആൽഗയിൽ റൊഡോഫൈസയിൽ വരുന്നതാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളത് ആണ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. റിസർവ് ഫുഡ് ഇൻ റൊഡോഫൈസ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് തന്നെയാണ്. അത് നമ്മുടെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് തന്നെയാണ്. യെസ്, അത് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതുള്ളൂ അല്ലേ. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഇതിനടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ദ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഇൻ വിച്ച് മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ. അതായത് മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ആയിട്ട് വളരുന്ന ഇൻഫ്ലോറസൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. നമുക്കറിയണം ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന കേസാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കേസാണ് നമ്മുടെ സൈമോസ് ഇൻഫ്ലോറസൻസ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. എ ഫ്ലവർ ഹാവിംഗ് ബോത്ത് ഗൈനീഷ്യം ആൻഡ് ആൻഡ്രീഷ്യം. ഇത് രണ്ടുമുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ, ഇത് ഫീമെയിൽ ആണ്, ഇത് മെയിൽ ആണ്, ഇത് രണ്ടുമുള്ള ഫ്ലവറിനെ നമുക്ക് പറയുന്നതാണ് ബൈസെക്സ്വൽ ഫ്ലവർ എന്നാണ് പറയുന്നത്. ഒന്നാണെങ്കിൽ യൂണിസെക്സ്വൽ എന്ന് പറയും, യൂണിസെക്സ്വൽ മെയിൽ ആണെങ്കിൽ സ്റ്റേമിനേറ്റ് ഫ്ലവർ എന്ന് പറയും, ആൻഡ് യൂണിസെക്സ്വൽ ഫീമെയിൽ ആണെങ്കിൽ പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ദെൻ choose the correct answer. The arrangement of veins and veillets. അത് കേൾക്കുമ്പോഴേ അറിയാം, വെയിൻ, വെയിലറ്റ്സ്, വീനേഷൻ, അതാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. Then അടുത്തത് name the waxy thick layer seen over the epidermis which prevents the loss of water എന്നുള്ള കാര്യം പറഞ്ഞേക്കാണ്. അതായത് ആ ഒരു അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ വരുന്നതാണ് എപ്പിഡെർമിസിനെ കവർ ചെയ്തിട്ട് അവിടെ നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ വാക്സി ലെയറിന്റെ പേര് ക്യൂട്ടിക്കിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. ഇപ്പൊ നമ്മൾ ഈ ഒരു 3 ചാപ്റ്ററുകളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ 1 മാർക്ക് ക്വസ്റ്റൻസ് വരാറുള്ളത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്നാണ്. പ്ലാൻ കിട്ടുന്നതും ചോദിക്കാറുണ്ട്, മോർഫോളജി എന്നൊക്കെ വളരെ റെയർ ആയിട്ട് ചോദിക്കാറുള്ളൂ 1 മാർക്ക് ക്വസ്റ്റൻസ്. അത് നമ്മൾ കാണുകയും ചെയ്തു കേട്ടോ. ദെൻ നോക്കിയേ, ഓൾ ദ ടിഷ്യൂ ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് എൻഡോഡെർമിസ് ടുഗദർ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട്. അതായത് എൻഡോഡെർമിസിന്റെ ഉള്ളിലുള്ള എല്ലാവരും, അതായത് പെരിസൈക്കിൾ, ഫ്ലോയം, സൈലം, കേമ്പിയം, പിത്ത്, ഇവർക്കെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, അതാണ് സ്റ്റീൽ എന്നുള്ള ആൻസർ അല്ലേ. ഇത് നേരെ തിരിച്ചു ചോദിക്കാം, സ്റ്റീൽ ഈസ് റിമൈൻ കവേർഡ് ബൈ എന്ന് ചോദിക്കാം. അത് നേരെ എന്താണ്, എൻഡോഡെർമിസ് ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. യെസ്. ദെൻ അടുത്തത് വാട്ട് ഈസ് ബുളിഫോം സെൽസ് ചോദിച്ചാൽ അനാട്ടമിയിലെ ബുളിഫോം സെൽസ് പറഞ്ഞാൽ ഇത് നമുക്കറിയാം, ലാർജ് എം ടി കളർലെസ് സെൽസ് ഇൻ ദ എപ്പിഡെർമിസ് ഓഫ് മോണോകോട്സ്, അതായത് ഗ്രാസസിൽ കാണുന്നതാണ്. ഇത് ലീഫിന്റെ കേർലിംഗ് ഓഫ് ലീവ്സിന് റീസൺ ആവുന്ന സാധനമാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ലീഫ് സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇവർ ഈ ബുളിഫോം സെൽസിലെ ടർജിഡിറ്റി കൂടുന്നത് കൊണ്ടാണ്. ഇല്ലേ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ടർജിഡിറ്റി പോയി കഴിയുമ്പോൾ ഷ്രിങ്ക് ആയി കഴിയുമ്പോൾ ഈ ലീഫ് ഇങ്ങനെ കേർലിംഗ് ഡൗൺ ആയിട്ട് മാറുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ദെൻ അടുത്തതിലേക്ക് പോകാം. ദ ഗ്രൗണ്ട് ടിഷ്യൂ ഓഫ് ലീഫ് ഈസ് കോൾഡ്. ലീഫിലെ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് ഒരിക്കലും പറയരുത്, അതിന് മീസോഫിൽ സെൽസ് എന്നാണ് പറയുന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ചൂസ് ദ കറക്റ്റ് ആൻസർ. വാസ്കുലർ ബണ്ടിൽസ് which have cambium between xylem and phloem. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയ്ക്ക് കേമ്പിയം ഉണ്ടെങ്കിൽ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ, കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്നുള്ളതാണ് നമ്മൾ അവർക്ക് വിളിക്കുന്ന ഒരു പേരെന്നുള്ള കാര്യം അറിയാം നമുക്കല്ലേ. ദെൻ ചൂസ് ദ കറക്റ്റ് ആൻസർ. കാസ്പേരിയസ് സ്ട്രിപ്സ് ആർ പ്രസന്റ് ഇൻ. കാസ്പേരിയസ് സ്ട്രിപ്പ് എന്ന് പറയുന്ന ആ വാട്ടറിനെ പ്രിവെന്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രിപ്പ് കാണപ്പെടുന്നത് എവിടെയാണ്? ഡൈക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെം, ഡൈക്കോട്ട് ലീഫ്, മോണോകോട്ട് സ്റ്റെം. ഒന്നുമല്ല, നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് നമ്മുടെ ഡൈക്കോട്ട് റൂട്ടിലാണ് ഈ എൻഡോഡെർമിസിലാണ് നമുക്ക് ഈ പറയുന്ന കാസ്പേരിയസ് സ്ട്രിപ്സ് കാണാനായിട്ട് പറ്റുക. യെസ്. ദെൻ അടുത്തതിലേക്ക് പോകാം. യെസ്. അപ്പൊ ഇത്രയും നമുക്കറിയാം. അനാട്ടമിയിലും കുറച്ച് 1 മാർക്ക് ചോദ്യങ്ങൾ കൂടുതൽ ചോദിച്ച് കാണുന്നുണ്ട് അല്ലേ. അനാട്ടമി, പ്ലാൻ കിൻഡം, ബയോളജി ക്ലാസിഫിക്കേഷൻ, അതിൽ ഏറ്റവും കൂടുതൽ 1 മാർക്ക് ചോദിക്കുന്നത് ബയോളജി ക്ലാസിഫിക്കേഷനിലാണ്. സെക്കൻഡ് പ്ലാൻ കിൻഡം ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇപ്പൊ അനാട്ടമിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിനടുത്തത് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോവിങ്. ഫോട്ടോസിന്തസിസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ മേജർ പിഗ്മെന്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. മേജർ പിഗ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ റിയാക്ഷൻ സെന്റർ എന്നറിയപ്പെടുന്നത് ക്ലോറോഫിൽ എ ആണ്. ഇതിനടുത്തത് റൈറ്റ് ദ നെയിം ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്
കോമ്പൗണ്ട് ഫോമിംഗ് ഡ്യൂറിങ് C4 പാത്വേ. C4 പാത്വേയിലെ ആദ്യത്തെ സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. OAA ഇല്ലെങ്കിൽ ഓക്സാലോ അസറ്റിക് ആസിഡ് നമുക്ക് എഴുതാം. ഇനി C3 പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ് അല്ലേ. ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണെന്നുള്ള കാര്യം എഴുതി വെച്ചോളാം. ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. അത് ഒന്ന് ഓർമ്മയിൽ വെച്ചോളുക. then അടുത്തത് fill in the blank. the site of dark reaction in photosynthesis dash part of chloroplast. അപ്പൊ ലൈറ്റ് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് നടക്കുന്നത് എപ്പോഴും ഗ്രാന റിലേറ്റഡ് ആയിട്ടായിരിക്കും. അപ്പൊ ഇതാണെങ്കിലോ ഇത് സ്ട്രോമൽ പാർട്ട് അല്ലെങ്കിൽ സ്ട്രോമ എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നത്. then name the enzyme present in the plants which shows carboxylation and oxidation activity. അത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ റുബിസ്കോ എൻസൈം ആണെന്നുള്ള കാര്യം അറിയാം. ബിക്കോസ് ഇവർക്ക് ഒരേ സമയത്ത് ഓക്സിജനൈസ് ആയിട്ടും ആൻഡ് കാർബോക്സിലൈസ് ആയിട്ടും ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇവർ മോസ്റ്റ് അബുണ്ടന്റ് ആയിട്ടുള്ള ഒരു എൻസൈം അല്ലെങ്കിൽ ഏറ്റവും ഭീകരനായിട്ടുള്ള ഒരു എൻസൈം ആയിട്ട് നമുക്ക് ഈ റുബിസ്കോനെ നമ്മൾ പറയാറായിട്ടുണ്ട്. ഒരുപാട് പെക്യുലാരിറ്റീസ് ഉള്ള ആളാണ് അല്ലെ. നെയിം ദ സൈറ്റ് ഓഫ് ഡാർക്ക് റിയാക്ഷൻ ഇൻ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ സ്ട്രോമൽ പാർട്ട് ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം അറിയണം. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നടക്കുന്നത് സ്ട്രോമയിലാണ് കേട്ടോ. ദെൻ ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ലൈറ്റ് റിയാക്ഷൻ ഗ്രാന, ഡാർക്ക് റിയാക്ഷൻ സ്ട്രോമ. അത് 3 പ്രാവശ്യം ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, തിരിച്ചു മറിച്ച് ചോദിച്ചിട്ടുണ്ട് 1 മാർക്കിൽ തന്നെ. ദെൻ നെയിം ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനാട്ടമി പ്രസന്റ് ഇൻ C4 പ്ലാന്റ്സ് പറഞ്ഞേക്കാണ്. ഇത് നമ്മുടെ ക്രാൻസ് അനാട്ടമി എന്ന് പറയും. ക്രാൻസ് അനാട്ടമി. ഈ അനാട്ടമി ഉള്ളത് കൊണ്ടാണ് അവരിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കാതെ അവർ കറക്റ്റായിട്ട് ജീവിച്ചു പോകുന്നത്, ഹൈ ഈൽഡ് കൊടുക്കുന്നതും എല്ലാം ഈ പറയുന്ന ക്രാൻസ് അനാട്ടമി ഒക്കെ ഉള്ളത് കൊണ്ടാണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കണം. ദെൻ ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ പ്രൈമറി അക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ C3 പ്ലാന്റ്. C3 പ്ലാന്റ്സിൽ ഇവരെ ആദ്യം CO2 അക്സെപ്റ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ RUBP ആണ് അവിടെ ആൻസർ വരുന്നത്. ഇനി C4 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് PEP, ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഓർത്തോളുക കേട്ടോ. ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആണ്. ദെൻ നെയിം എ ഗ്യാഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ. നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ചോദ്യമാണ്. അവിടെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ എത്തിലീൻ ആണ് അല്ലെ. ഈ കൂട്ടത്തിലുള്ളതിൽ ഗ്യാഷ്യസ് ഫോമിലുള്ള ഒരേ ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ എത്തിലീൻ ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളുക. ദെൻ നെയിം ദ പ്ലാന്റ് ഹോർമോൺ വിച്ച് ഹെൽപ്സ് ഇൻ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴും അതും നമ്മുടെ എത്തിലീൻ തന്നെയാണ് വരിക. ഒരു പഴം ആകാനായിട്ട്, ഒരു പച്ചക്കായ പഴം ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ എത്തിലീൻ ആണ്. ദെൻ നെയിം ദ പ്ലാന്റ് ഹോർമോൺ നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ. അതായത് ഇൻഹിബിറ്റർ ആയിട്ട് സ്ട്രെസ് പ്ലാന്റ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അവരെ ഒന്ന് അവരുടെ ലൈഫ് ഒക്കെ ഒന്ന് പോസ് ചെയ്ത് വെക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അബ്സിസിക് ആസിഡ് ആണെന്നുള്ള കാര്യം അറിയുക. അബ്സിസിക് ആസിഡ് ഈസ് ദ റൈറ്റ് ആൻസർ, AA. ഓക്കെ. ദെൻ അടുത്തത് ചൂസ് ദ only one growth inhibiting plant hormone among the following. ഈ കൂട്ടത്തിൽ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം. അബ്സിസിക് ആസിഡ് ഉണ്ട്, ABA, അബ്സിസിക് ആസിഡ് ABA ആണ്. ദെൻ നാഫ്തലിൻ അസറ്റിക് ആസിഡ് ഉണ്ട്, IAA ഉണ്ട്, 2,4-D ഉണ്ട്. ഈ 3 പേരും ഓക്സിൻ ആണ്. ഈ ഓക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ AB എന്ന് പറയുമ്പോൾ ഇവർ ഇൻഹിബിറ്റർ ആണ്. അപ്പൊ ഇതാണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ സെവറൽ റൈബോസോംസ് അറ്റാച്ച് ടു എ സിംഗിൾ mRNA ആൻഡ് ഫോം എ ചെയിൻ കോൾഡ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെവറൽ റൈബോസോംസ്, നമ്മുടെ സെല്ലിൽ നിന്നുള്ള ചോദ്യമാണ്. സെവറൽ റൈബോസോംസ് അറ്റാച്ച് ടു എ സിംഗിൾ mRNA ആൻഡ് ഫോം എ ചെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് പോളിസോം ആണ് ഇവിടെ ആൻസർ വരുന്നുള്ള കാര്യം നമ്മൾ അങ്ങനെ തന്നെ ആ സെന്റൻസ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. ദെൻ അടുത്ത ചോദ്യം, ഹൂ ഡിസ്കവേർഡ് ഗോൾഗി അപ്പാരറ്റസ്. അതൊരു സിമ്പിൾ ചോദ്യമായിപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. കാമിലോ ഗോൾഗി എന്ന് പറയുമ്പോൾ ആ ഗോൾഗി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം അയാളുടെ പേരിൽ നിന്നാണ് നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ് പറഞ്ഞ ആ ഒരു പേര് തന്നെ അവിടെ ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇനി ചെറിയ പ്രായത്തിൽ തൊട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ചോദ്യമാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ ഓർഗനൽ നോൺ ആസ് പവർ ഹൗസ് ഓഫ് സെല്ല്, അതായത് നമ്മുടെ മൈറ്റോകോൺഡ്രിയൻ ആണ് അവിടുത്തെ ആൻസർ അല്ലെ, പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്. ദെൻ അടുത്തത് ദ സ്റ്റേജ് ബിറ്റ്വീൻ 2 മിയോട്ടിക് ഡിവിഷൻസ് ഈസ് കോൾഡ്. 2 മിയോട്ടിക് ഡിവിഷന്റെ ഇടയ്ക്കുള്ള സ്റ്റേജിനെ ഇന്റർകൈനസിസ് ആണെന്ന് പറഞ്ഞ കാര്യം നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. ദെൻ അടുത്ത ചോദ്യം, fill in the blank. DNA synthesis take place in the dash phase of cell cycle. ഏത് ഫേസിലാണ് DNA സിന്തസിസ് എന്ന് പറയുമ്പോഴേ നമുക്ക് വരും S ഫേസിലാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. S ഫേസിലാണത് വരിക. S phase is the right answer. Then എന്ത് സിമ്പിൾ ചോദ്യങ്ങളാണ് അല്ലേ ഇതിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ വരുന്നത്. fill in the blank. Exchange of genetic material between homologous chromosomes during packaging stage of meiosis 1 is called. Exchange of genetic material എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരണം നമ്മുടെ ക്രോസിംഗ് ഓവർ ആണ് അവിടെ ആൻസർ വരുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം. ദെൻ അടുത്ത ചോദ്യം, നെയിം ദ ഫോളോവിങ് ദ സ്റ്റേജ് at which synapses occurs during prophase 1 എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. ആ സ്റ്റേജുകളൊക്കെ എടുത്ത് തന്നെ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. സൈഗോട്ടിനാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതില്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കി പോകണം. ദെൻ
Observe the relation between the first two terms and fill in the blank. Metaphase, spindle fibers attached to kinetochores എന്ന് പറഞ്ഞേക്കുവാണ്. അതങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. Then ഡാഷ് കൊടുത്തിട്ട് chromatids move to opposite pole. Move to opposite pole എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരും നമ്മുടെ അനാഫേസ്. എന്തൊരു സിമ്പിൾ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ? Then അടുത്ത ചോദ്യമാണ് the stage between meiosis 1 and meiosis 2 is called. അത് നേരത്തെ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്താണ്. ഇന്റർകൈനസിസ് തന്നെയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 2 പ്രാവശ്യം അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. Then അടുത്താണ് നമ്മുടെ റെസ്പിറേഷൻ എന്നുള്ള ചോദ്യമാണ്. റെസ്പിറേഷനെ ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ റെസ്പിറേറ്ററി കോഷ്യന്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇക്വേഷനൊക്കെ എഴുതി പഠിക്കുന്നതാണ്. 1 ഈസ് ദ റൈറ്റ് ആൻസർ. അവിടെ ആർക്ക് വരുന്നത് 1 ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. അടുത്ത ചോദ്യം കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഒന്നുമില്ല, നമ്മുടെ എയറോബിക് റെസ്പിറേഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നു. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ചോദിച്ചേക്കാണ്. ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോലിസിസ് ഈസ്. അതൊക്കെ എന്ത് ചോദ്യം അല്ലേ? പൈറുവിക് ആസിഡ് ആണെന്നുള്ള കാര്യം ഏതൊരു കുട്ടിക്കും അറിയാവുന്നതാണ്. എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോലിസിസ് പറഞ്ഞാൽ പൈറുവിക് ആസിഡ്. ദെൻ നെക്സ്റ്റ് നെയിം ദ പ്രോസസ് വിച്ച് ഈസ് കോമൺ ഫോർ ബോത്ത് എയറോബിക് ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. അനൈറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ശരി, എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ശരി, അവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൈക്കോലൈസിസ് ആണെന്നേ. ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ആണ് നടക്കുന്നത്. അടുത്ത ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക് ദ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവിക് ആസിഡ്. പിന്നെയും ആ ചോദ്യം തിരിച്ചു മറിച്ചു എല്ലാം ചോദിച്ചേക്കാണ്. നമ്മുടെ ഗ്ലൈക്കോലൈസിസ് ആണ് അവിടെയും ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ഓക്കെ. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ അസിറ്റൈൽ കോ എൻസൈം എ ഇൻ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ ക്രബ് സൈക്കിൾ എന്ന് പറയുമ്പോൾ 2 ആണെന്ന് അറിയാത്തതായിട്ട് ആരുമില്ല. അതൊരു കാരണവശാലും മിസ്സാക്കരുത്, മറന്നു പോവല്ല. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എന്താണ് ഇവിടെ വരാനായിട്ടുള്ളത്. ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഈ പറയുന്ന 1 മാർക്ക് ചോദ്യങ്ങൾ, ഇത് കുറേ വർഷങ്ങളോളം ഞാൻ എടുത്തിട്ട് നോക്കി ചെയ്ത കാര്യങ്ങളാണ്. അതായത് ചുമ്മാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഇട്ടതല്ല, PYQ ആയിട്ട് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. 1 മാർക്ക് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാകും വരിക, സുവോളജിന്റെയും ബോട്ടണിന്റെയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ ഇതുപോലുള്ള മോർ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം മക്കളെ. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.